നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാം. കോട്ടയംകാരുടെ കപ്പ ബിരിയാണി കണ്ടല്ലോ. ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കാനായിട്ടുള്ള കടുക്, അത് കഴിഞ്ഞിട്ട് കടുക് ഇവിടെ ഉണ്ട് കേട്ടോ. കടുക്, പിന്നെ വറ്റൽമുളക്, കരിവേപ്പില, ശേഷം നമ്മൾ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ സവാള, പിന്നെ ഗരം മസാല. ഇത് നമുക്ക് ഗരം മസാല എനിക്ക് പൊടിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റേ പട്ട, ഗ്രാമ്പൂ അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമ്മൾ ഈ സംഭവം അങ്ങോട്ട് വഴറ്റും. അത് കാണിക്കാം, പുറകാല കാണിക്കാം. അപ്പം കടുക് പൊട്ടി തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ ആദ്യം ഇഞ്ചി അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. ആദ്യം ഇഞ്ചി, ആദ്യം നമ്മൾ ഈ കരിയാപ്പിലയും ഈ വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങോട്ട് തെരിഞ്ഞു പിടിക്കും. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞേച്ച് നമുക്ക് കരിയാപ്പില ഇടാം. അത് കഴിഞ്ഞിട്ട് ലേശം പെരുംജീരകം ഇടുക. പെരുംജീരകത്തിൻ്റെ രുചി ഒരു ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന നല്ലതായി എല്ലും കപ്പയ്ക്ക്. അപ്പോൾ അതും നമ്മളങ്ങോട്ടിട്ടു. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആയി വരുന്നു. അന്നേരത്തേക്കിന് നമ്മൾ ഇത് വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കരിയാപ്പില വീണ്ടും അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വേണ്ട ആവശ്യമുള്ള അത്രയും സവാള ഇടുക. ഇത്തിരി ഒന്നും വേണമെന്നില്ല, ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിതെല്ലാം മഴന്നിപ്പം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾ, മുളക് പൊടി എല്ലാം അങ്ങോട്ട് ചേർക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ടു. ശേഷം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ളത്, എത്രയാണോ നിങ്ങൾ എടുത്തേക്കുന്നത് അതിനൊരു അളവ് കണ്ട് മല്ലിപ്പൊടി അങ്ങോട്ട് ഇടുക. മുളക് പൊടി ഒരുപാട് ഇടണ്ട, എന്താണെന്ന് വെച്ചാൽ കുരുമുളകും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാല, പിന്നെ ലേശം കുരുമുളക്. നിങ്ങളുടെ എരിവ് ആവശ്യത്തിനനുസരിച്ചുള്ളത്. എനിക്ക് ഇച്ചിരി എരിവുള്ളത് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അപ്പം നമ്മൾ ഈ വഴന്നിരിക്കുന്ന ഇതിനകത്ത് മസാലയെല്ലാം ഇട്ട്, മസാല ഇട്ടതിനകത്തോട്ട് നമ്മൾ എല്ലും ഇറച്ചിയും കൂടെ അങ്ങോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കുക. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, എന്നിട്ട് വേവിക്കാൻ വെക്കുക. ഒരു 3 വിസിൽ 4 വിസിലാകുമ്പോഴത്തേക്കിന് എല്ല് വേവും കേട്ടോ. ഇത്രയും നമ്മുടെ വേവിച്ച് വെച്ച കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഒരു പച്ചമുളക് എടുത്തോളൂ. എന്നാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ എല്ലും കപ്പയുടെ ആ മസാല ഇടുമ്പം നല്ല എരിവായിരിക്കും, കുരുമുളകും അതും എല്ലാം കൂടെ ചേർക്കും. അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടു. വെളുത്തുള്ളി, കരിയാപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും മതി. അപ്പം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം. വേവിച്ച് വെച്ച കപ്പയ്ക്കകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് ചേർക്കുക. സർവ്വശക്തി എടുത്ത് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട്. ഇനി വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ഈ വേവിച്ച് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന ഈ കപ്പയും ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കുക. തീർന്നു. പിന്നെ വേണമെങ്കിൽ മല്ലിയില കൊണ്ട് അലങ്കരിക്കാം കേട്ടോ. വീണ്ടും പഴയ പ്രോസസ്സ് തന്നെ. ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക.